പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. UAE-യിൽ എണ്ണ ടാങ്കറുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു. 6 പേർക്ക് പരിക്ക്. അതേസമയം ഇറാനിൽ അമേരിക്ക ആക്രമണം കൂടുതൽ ശക്തമാക്കി. ജാം, ഖേഷം തുടങ്ങിയ ഇടങ്ങളിൽ ആക്രമണമുണ്ടായി. ഹോർമൂസിൽ അമേരിക്ക ഉപരോധവും തുടങ്ങി. ഹോർമൂസിൽ ഇടപെടാൻ അമേരിക്കയെ അനുവദിക്കില്ലെന്ന് ഇറാൻ സൈന്യവും വ്യക്തമാക്കി. വിവരങ്ങളുമായി സോന സുരേഷ് ചേരുന്നുണ്ട്. സോന, എന്തായാലും വീണ്ടും പശ്ചിമേഷ്യ സംഘർഷഭരിതമാകുന്നു എന്ന വിവരം തന്നെയാണ് ലഭിക്കുന്നത്. UAE-യിൽ എണ്ണ ടാങ്കറുകൾക്ക് നേരെയും ഇപ്പോൾ ആക്രമണം ശക്തമാക്കപ്പെടുന്നു. നിലവിലെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ സൂചിപ്പിച്ച പോലെ തന്നെ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാവുകയാണ്. പ്രധാനമായിട്ടും ഇറാനിലേക്ക് ആക്രമണം ശക്തമായിരിക്കുകയാണ്, അല്ലെങ്കിൽ കടുപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക. പ്രധാനമായിട്ടും UAE എണ്ണക്കപ്പലുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഇത്തരത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പ്രധാനമായിട്ടും അതിൽ 8 പേർക്ക് പരിക്കേൽക്കുകയും ചിലരുടെ നിലവിൽ ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്ക് അടച്ചെന്ന് പറഞ്ഞ ഇറാൻ അനുമതിയില്ലാതെ കടന്നു പോകുന്ന ഇത്തരത്തിലുള്ള കപ്പലുകളെയാണ് ഇത്തരത്തിൽ ആക്രമിക്കുന്നത്. മാത്രമല്ല, ഒമാന്റെ സമുദ്രപാതയിലൂടെ പോയ കപ്പലിനെയാണ് ഇത്തരത്തിൽ ഇറാൻ ആക്രമിച്ചതെന്നാണ് UAE പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നുള്ള പുറത്തു വരുന്ന വിവരം. മാത്രമല്ല, അതേസമയം ഹോർമൂസ് തുറന്നു തന്നെ കിടക്കുമെന്നും ഇറാനിലേക്ക് പോകുന്നതും അവിടുന്ന് തിരിച്ചു വരുന്ന കപ്പലുകൾക്കുള്ള ഉപരോധം തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് എന്തായാലും പറയുന്നുണ്ട്. മാത്രമല്ല, പ്രധാനമായിട്ടും ഇറാനിലെ പ്രധാന കേന്ദ്രങ്ങളായിട്ടുള്ള കിഷ്ദ്വീപ്, അതുപോലെ ജാംദ്വീപ്, അതുപോലെ ബന്ദർ അബ്ബാസ് എന്നിവിടങ്ങളാണ് ശക്തമായിട്ടുള്ള ഈ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്. ഇന്നലെയും ഇത്തരത്തിൽ നിരവധി സ്ഥലങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഇന്ന് പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിട്ടുള്ള ദ്വീപുകളെയാണ്, പ്രധാനമായിട്ടും തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് ഇന്ന് സ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇറാനിലെ തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയിലെ ഒമദിയയിൽ ആക്രമണം ഉണ്ടായതായിട്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ 4 പേർക്കധികം പരിക്കേറ്റതായിട്ടും പറയുന്നുണ്ട്. ഇവരുടെ നിലയും അതീവ ഗുരുതരമാണ്. മാത്രമല്ല, ഇറാനിൽ നിന്ന്, അതായത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം വളരെ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ US-ന്റെ സൈനിക താവളങ്ങളിലേക്കാണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത്. ഇവിടുത്തെ ആക്രമണത്തിലും ഇതുപോലെ തന്നെ UAE അവിടുത്തെ ആക്രമണം ഉണ്ടായതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും സംഘർഷഭരിതമാണ് എന്തായാലും പശ്ചിമേഷ്യ. ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇറാനെ ശക്തമായിട്ടും തിരിച്ചടിക്കുന്നുണ്ട് അമേരിക്ക. വൻ ആക്രമണമാണ് ഇറാനിൽ ഉണ്ടാകുന്നത്. പ്രധാനമായിട്ടും അവിടുത്തെ കിഷ്ദ്വീപ്, ജാംദ്വീപ്, ബന്ദർ അബ്ബാസ് എന്നിവിടങ്ങളാണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അരുണിമ, ശരി, വ്യക്തമാണ്. എന്തായാലും പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാവുകയാണ്. ഹോർമൂസിൽ അമേരിക്ക ഉപരോധവും തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഹോർമൂസിൽ ഇടപെടാൻ അമേരിക്കയെ അനുവദിക്കില്ല എന്നാണ് ഇറാൻ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് സോന സുരേഷാണ്.